എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഉണ്ണിത്തമ്പക്കയിൽ വന്ന് വളരെ ക്രൂരമായ വാക്കുകളൊക്കെയാണ് സൂര്യനാരായണോട് പറഞ്ഞ്. ഇതെല്ലാം കേട്ട് തകർന്നു നിൽക്കുന്ന സൂര്യയുടെ അടുത്തേക്ക് ജാനകി വരുവാണ്. പിന്നീട് സൂര്യനാരായണൻ ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോ നല്ല വിഷമമായിപ്പോയി. ജാനകിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടെ മോള് ഇതൊന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട. മോള് വേണം അബിക്ക് വേണമെന്ന് ധൈര്യമൊക്കെ കൊടുത്ത് അവനെ മുന്നോട്ട് നയിക്കാനായിട്ട്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും തളരില്ലെന്നൊക്കെ പറയണം. ഇതെടുപ്പ് ജാനകി പറഞ്ഞു, എനിക്കറിയാച്ചാ, പക്ഷെ എത്രയെന്ന് വെച്ചാ അഭിയേട്ടൻ നല്ല വിഷമമുണ്ട്. അഭിയേട്ടനെ ഇവിടെയുള്ള ആരും തന്നെ ഇപ്പൊ സ്വന്തം ചേട്ടനായിട്ട് കാണാൻ കൂട്ടാക്കുന്നില്ല, അമലൊഴിച്ച്. കാരണം അമലിനെ ഇപ്പോഴും സ്വന്തം ഏട്ടനെ പോലെ തന്നെയാ അഭിയേട്ടനെ സ്നേഹിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ അമൃതയോ അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, ഇത്രയും കാലം സ്വന്തം മൂത്ത മകനെ പോലെ സ്നേഹിച്ചുകൊണ്ടിരുന്ന അമ്മ പോലും അഭിയേട്ടനെ അകറ്റി നിർത്തുക. അതൊക്കെ ഓർക്കുമ്പോ നല്ല വിഷമമുണ്ടെന്ന് പറയാം. സാരമില്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. പ്രഭാവതിയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കുറച്ച് സ്വത്തിന്റെ പേരില് അവള് അബീനെ എന്നെയൊക്കെ തള്ളിക്കളയാന്ന് പറഞ്ഞാല് എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞിട്ടാ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ അവളെ കൊണ്ടുവന്നതെന്ന് പറയാം. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ല, ഞാനും എന്റെ മോനും മാത്രം മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോഴീ കാണുന്ന അളകാപുരി ഉണ്ടല്ലോ, ഇങ്ങനെ ആയിരുന്നില്ല. ഇന്നത്തെ അളകാപുരിയിലേക്ക് കൊണ്ടെത്തിച്ച ആരാന്നറിയോ? എന്റെ അബിയാണ്. അവൻ ഒറ്റ ഒരുത്തനാണ്. അവന് രാവും പകലും ഇല്ലാതെ കിടന്ന് അധ്വാനിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ നിലയിലേക്ക് ഈ കമ്പനി വളർന്നു വന്നേന്ന് പറയാം. ഇത് കേട്ടതും ജാനി പറഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അച്ഛാന്ന് പറയണം. മോൾക്ക് അറിയത്തില്ലാതെ എത്രയോ കാര്യങ്ങളുണ്ടെന്നറിയാവോ. അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത്, ഇനി മോള് വേണം അബീനെ ഈ കുടുംബത്തെയും പിടിച്ചു നിർത്താനായിട്ട്. കാരണം ഇവിടെ ഉള്ളവര് പലതും പറഞ്ഞ് നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കും. എന്തൊക്കെ വന്നാലും നിങ്ങൾ പുറത്തേക്ക് പോവില്ല. എന്തിനും ഏതിനും താങ്ങാൻ തള്ളും ഞാനുണ്ടാവും. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരത്തുള്ളൂ എന്ന് പറയാം. ഞാൻ ജീവനോടെ ഉള്ളപ്പം നിങ്ങളെ ആരും പിടിച്ച് പുറത്താക്കൂല്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലച്ചാ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളുണ്ടോ? അച്ഛന്റെ ബലത്തില എപ്പോഴും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാം. എനിക്കറിയാതെ. ആ സമയം ലക്ഷ്മിനെയും കൊണ്ട് അഭിറാം നേരെ കോളേജിലേക്ക് ചെല്ലുവാണ് ചേർക്കാനായിട്ട്. അങ്ങനെ ചെല്ലുമ്പോ അവരുടെ കാറ് ഫോളോ ചെയ്തിട്ട് രഘുറാമും വിനായകനും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവരുടെ സൈഡ് വണ്ടി ഒതുക്കിയിട്ട് നിർത്തുക. ഇവിടെ എന്തിനാ വന്നേന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലാക്കിയുണ്ട്. പെട്ടെന്ന് വിനായകൻ രഘുവരനോട് ചോദിച്ചു, അല്ലടാ നിന്റെ മോളെയും കൂട്ടിയിട്ട് അഭിറാം എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതറിയത്തില്ല. ഇനിയിപ്പോ കോളേജ് ചേർക്കാൻ പറ്റുവാണോ? അതൊന്നും അറിയത്തില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കില് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ മോളെ എനിക്ക് കിട്ടണം. പറഞ്ഞു കേട്ടല്ലോ, അവളെ പഠിപ്പിക്കാൻ വിട്ടുപോലും. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. പൈസ നീ എണ്ണി വാങ്ങിച്ചിരിക്കുന്നു പറയണം. എന്റെ വിനായക, നീ ഒന്ന് സമാധാനപ്പെട്. പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരങ്ങ് നടന്നു കയറി പോകുന്നുണ്ട്. പിന്നീട് അതിനുശേഷം പോയി അബി ലച്ചുവിന് അഡ്മിഷനൊക്കെ എടുക്കുവാണ്. അഡ്മിഷൻ കിട്ടാൻ ഒരു പ്രയാസം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം മെറിറ്റിലാണ് ലച്ചുവിന് അഡ്മിഷൻ കിട്ടുന്നത്. അഡ്മിഷനൊക്കെ എടുത്ത് തിരികെ കാറിൽ കയറുന്നൊക്കെ വിനായക ശ്രദ്ധിച്ചു. കണ്ടോ, അവള് ഭയങ്കര സന്തോഷത്തിലാണല്ലോന്ന് പറയാണ്. രഘുവരൻ പറഞ്ഞു, പിന്നെ സന്തോഷത്തിലല്ലാതിരിക്കോ? അവൾ ഇവിടെ ചേർക്കാൻ വന്നാണെന്ന് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ തന്നെ പോയി അവളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാൻ പറയണം. അതൊന്നും നടക്കത്തില്ല വിനായക. അതെന്താ? അങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെ പിന്നെ പോലീസ് കേസും മറ്റോ. അപ്പൊ അവളെ ചിലപ്പം വിളിച്ചു പറയും, നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലതും നടക്കുവോ? നീ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പറയണം. ഓ അത് ശരിയാ. ആരുമില്ലാത്ത സമയം നോക്കി വേണം അവളെ പിടിച്ചോണ്ട് വരട്ടെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാ. അവളെ കോളേജ് വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവള് കോളേജിൽ പോകുന്ന സമയത്ത് നമുക്ക് അവളെ പിടിച്ചോണ്ട് പോയ പോരെ. അതാകുമ്പോ ഇത് ചെവി അറിയത്തില്ല, കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം. അത് ശരിയാ, എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിനായകനും രഘുവരനും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയമാണ് ഹണി റോസ് നേരെ അളകാപുരിയിലേക്ക് വരുന്നത്. അപ്പൊ ഹണി റോസ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അജയ് ഇതുവരെയായിട്ടും പണം കൊടുത്തിട്ടില്ല ബിസിനസ്സിനുള്ള. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പണം അജയ്ക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആ സംഘടിപ്പിക്കണമെങ്കിൽ ആ റിസോർട്ട് വിൽക്കണം എന്നാവും പറഞ്ഞിരിക്കുന്നത്. അത് വിൽക്കാനായിട്ട് ഇതുവരെ ആയിട്ടും തീരുമാനമൊന്നും ആയിട്ടില്ല. എങ്ങനെ തീരുമാനം ആകാനായിട്ടാ? അബിയുടെ പേരിലാണ് ഇപ്പൊ ആ റിസോർട്ട് കിടക്കുന്നത് പോലും. പിന്നീട് ജാനകി അബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹണി റോസ് അളകാപുരിയിലേക്ക് വരുന്നത്. ഹണി റോസിനെ കണ്ടു കഴിഞ്ഞപ്പോ അബി ജാനകിനെ ഒന്ന് നോക്കുകയാണ്. ഇവിടെ എന്താണ് ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിക്ക്. പെട്ടെന്ന് ഹണി റോസ് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അബി ചോദിച്ചു, എന്താ നിനക്ക് വേണ്ട? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. എനിക്ക് നിങ്ങളൊക്കെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതിനു വേണ്ടി ഞാൻ വന്നാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി ചോദിച്ചു, നിനക്ക് എന്താ സംസാരിക്കാനുള്ളേ? നീ അന്ന് കല്യാണത്തിന് വന്നേ ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. അന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ശരണമായിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നീ അത് അവിടെ പറഞ്ഞു നിർത്താൽ മതി. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലെന്ന് പറയണം. നീ കാരണം ഇപ്പൊ ഒരു കുടുംബം ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുവാന്ന് പറയണം. ഇത് കേട്ടപ്പോ അവള് പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭി ചോദിച്ചു, നിനക്ക് എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളേ?
നീക്കെന്തോ എന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നീക്കം ചെയ്യാനാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. തെറ്റിദ്ധാരണയോ? എന്ത് തെറ്റിദ്ധാരണ? അതെ, നിങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്ന ഞാനും ശരണം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നല്ലേ? സത്യം പറഞ്ഞാൽ ഞാനും ശരണം തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാ. ഇത് കേട്ടോ അഭി പറഞ്ഞു, കള്ളത്തരം പറയരുത്. ഞാൻ എന്നാ ആ ഹോട്ടലിലേക്ക് വന്നപ്പോ കണ്ടതല്ലേ നിന്നെ ശരണിനെ മുറി വെച്ച്. അത് കൂടുതൽ എന്ത് തെളിവാടി വേണ്ടെന്ന് ചോദിക്കാം. അത് ശരൺ എന്നെ കാണാൻ വന്നു വെച്ചോണ്ട് നിങ്ങളൊന്നും അല്ലേലും ഇത്രയും വലിയ മനുഷ്യല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലേ ഒരു മുറിയിൽ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടെന്ന് വെച്ചോണ്ട് അവര് തമ്മിൽ അഭിഹിത ബന്ധം ഉണ്ടെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാനും ശരണം തമ്മിൽ ഒരു വേറെ ഇതിലുള്ള യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ തമ്മിൽ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്ന് പറയണം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ? അത് ശരണിനോട് പോയി പറഞ്ഞാൽ പോരാന്ന് ചോദിക്കും. അതല്ല, എനിക്ക് വേറെ ചില കാര്യങ്ങളോ അറിയുന്നു പറയാണ്. വേറെ ചില കാര്യങ്ങളോ? അതെ, ഞാൻ അജയനെ കാണാനും കൂടെ വന്നേന്ന് പറയാണ്. അജയനോ? അജയനെ എന്താ കാണുന്നേ? ഞാനും അവനും തമ്മിൽ കുറച്ച് ബിസിനസ് ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? പണം മുടക്കാനായിട്ട് അവന്റെ ഇപ്പൊ ഇല്ല. ആ റിസോർട്ട് വിറ്റ് കഴിഞ്ഞിട്ട് അവനെ പണം തരാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ റിസോർട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിറ്റിട്ട് അതിന് പണം തരണം. എനിക്ക് എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാം. ഇത് കേട്ടോ അഭി ജാനകിനെ എന്റെ അന്താളിപ്പോട് നോക്കുവാണ്. ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ജാനകി പറഞ്ഞു, ദേ ഹണി, നീ വെറുതെ കുടുംബത്തിൽ കയറുമെന്ന് അനാവശ്യം പറയില്ലെന്ന് പറയണ. അനാവശ്യമല്ല പറഞ്ഞത്. അജയ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ. നിങ്ങൾ ആ റിസോർട്ട് വിട്ടുകൊടുക്കണം. ആ റിസോർട്ട് വിൽക്കാനായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയാണ്. ആ സമയത്താണ് സൂര്യനാരായണൻ അങ്ങോട്ട് വരുന്നത്. സൂര്യനാരായണൻ വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഹണിറോസ് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. അതൊക്കെ പടിക്ക് പുറത്ത്, ഇതിനകത്ത് വേണ്ടെന്ന് പറയാണ്. ഇതേട്ടാ ഹണിറോസ് പറഞ്ഞു, പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയാം. എനിക്കിപ്പോ പറയാനുള്ള ആ റിസോർട്ടിനെ കുറിച്ചാ. ആ റിസോർട്ട് വിൽക്കണം. നിങ്ങളുടെ മകൻ അജയുമായിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പണം മുടക്കാന്ന് പറഞ്ഞിരുന്നല്ലാതെ ഇതുവരെയായിട്ടും പണം മുടക്കിയിട്ടില്ല. ബിസിനസ് കുറെ കാലമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവൻ ഇതുവരെയായിട്ടും പണം തന്നിട്ടില്ല. എനിക്ക് എന്റെ പണം കിട്ടണം. അവൻ ആ റിസോർട്ട് വിറ്റിട്ട് പണം തരാന്നാ പറഞ്ഞിരിക്കുന്നു പറയാ. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു, അതിന്റെ റിസോർട്ട് അവന്റെ പേരിലല്ലോ, അത് അബിയുടെയും ജാനകിയുടെയും പേരിലല്ലേ? പിന്നെ എങ്ങനെയാന്ന് ചോദിക്കും. അത് നിങ്ങള് അവന്റെ പേർക്ക് എഴുതി കൊടുക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല ഇനി മുന്നോട്ടുള്ള എന്റെ പോക്കെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം അബി പറഞ്ഞു, ഇതേ കുടുംബത്തിൽ കയറി വന്ന് വെറുതെ അനാവശ്യം പറഞ്ഞോണ്ടിരിക്കില്ല, ഇറങ്ങി പോവാൻ നോക്ക്. നീയും അബിയോ അല്ലെങ്കിൽ നീയും അജയോ അല്ലെങ്കിൽ ശരണുമായിട്ട് എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തീർത്താൽ മതി. അല്ലാതെ ഈ വീട്ടിൽ കയറി വന്നിട്ടല്ല പറയേണ്ടതെന്ന് പറയാം. അതിന് അജയോട് ഞാൻ സംസാരിക്കാൻ 2-3 വട്ടം ശ്രമിച്ചെങ്കിലും അജയ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. എനിക്കെന്റെ പണം കിട്ടണം, അല്ലാതെ പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും നിരഞ്ജന അങ്ങോട്ട് ഇറങ്ങി വന്നു. നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, എന്താ എടുത്തി കാര്യം ചോദിക്കുക. പിന്നീട് ജാനകി ചുരുക്കി പറയണ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനയ്ക്ക് ഒരു ഞെട്ടല. ഇതുവരെ അജയ് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോലില്ല. പിന്നീട് സൂര്യനാരായണൻ പറഞ്ഞു, ഇപ്പോഴൊന്നും നടക്കാൻ പോകുന്നില്ല, നീ പോകാൻ പറയണ. ജാനകി ഹണിറോസിന് അടുത്ത് വന്നിട്ട് പറഞ്ഞു, അത് ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുള്ളതല്ല, ഈ കുടുംബത്തിൽ ആരും ഒന്നും അറിഞ്ഞിട്ടുള്ളതല്ല. അജയ് വരട്ടെ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹണിറോസിനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. ഈ സമയം അജയ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അബിക്കും ജാനകിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുതിയൊരു അറിവായിരുന്നു അജയ് ഇതിനകത്തുണ്ടെന്നുള്ളൊരു കാര്യം. അവൻ ഇത്രയും കാലം ഇതിൽ നിന്ന് പതുക്കെ തന്റെ തല മാത്രം രക്ഷിച്ച് മാറിയിരിക്കുമായിരുന്നു. പക്ഷെ ഹണിറോസിന് അവിടെ ഒന്ന് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ശരണിനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. ശരൺ നിരപരാധിയാണ്. ഇനി ശരണും അമൃതയും തമ്മില് ഒരു ഡിവോഴ്സ് ഉണ്ടായിക്കൂടാ. താൻ കാരണം ഒരു ജീവൻ നശിച്ചു പോലെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കാര്യം അവൾ അവിടെ ഒന്ന് പറയുന്നത്. പിന്നീട് അജയ് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്കൊന്ന് മുറിയിലേക്ക് വന്നിപ്പോ നിരഞ്ജന അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അജയോട് സംസാരിക്കുന്ന കൂട്ടത്തില് ചോദിച്ചു, അല്ല അജയ്ക്ക് ഒരു ഹണി റോസിനെ അറിയാവുന്ന ചോദിക്കാം. ഹണി റോസിനെയോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഓ അല്ല, നമ്മുടെ കല്യാണത്തിന് സമയത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അവൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോ കഴിഞ്ഞപ്പത്തിന് ഇടിവെട്ടേറ്റ പോലെ അജയ് നിൽക്കുവാണ്. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഒരുപക്ഷെ ഇവളിനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുവോ, അവളിനി എന്താ വന്ന് വിളിച്ചു പറഞ്ഞെന്നും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അജയ് നിൽക്കുവോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.